ഇതിനിടയിൽ നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുമ്പോൾ മുഖ്യമന്ത്രിയും കുടുംബവും നടത്തിയ വിദേശയാത്രയിൽ സർക്കാർ ഖജനാവിന്റെ പണം ചെലവഴിച്ചിട്ടില്ലെന്ന് വിവരാവകാശ ചോദ്യത്തിന് മറുപടി. ഈ മാസം 6-ാം തീയതി മുതൽ ദുബായ്, സിംഗപ്പൂർ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് നടത്തിയ യാത്ര ഔദ്യോഗിക യാത്രയല്ലെന്നും മറുപടിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ആജ്ഞ രവീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആജ്ഞ, ഈ വിവരാവകാശ മറുപടിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്? ഒപ്പം ഇത് ആര് ഉന്നയിച്ചതാണ് ചോദ്യങ്ങളായിരുന്നു? സജിത്ത്, മുഖ്യമന്ത്രിയും കുടുംബവും നടത്തിയ വിദേശയാത്രയിൽ സർക്കാർ ഖജനാവിലെ പണം ചെലവഴിച്ചിട്ടില്ലെന്ന് വിവരാവകാശ ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് ഈ ഒരു ഉത്തരം കിട്ടിയത്. വിവരാവകാശ പ്രവർത്തകർ NK ഹരിദാസ് നൽകിയ ചോദ്യത്തിനാണ് ഈ മറുപടി കിട്ടിയത്. ഈ മാസം മെയ് 6-ാം തീയതി മുതൽ ദുബായ്, സിംഗപ്പൂർ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് നടത്തിയ യാത്ര ഔദ്യോഗികമല്ല. ഇതിൽ അന്ന് ഈ മറുപടിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, യാത്രയിൽ പേഴ്സണൽ സ്റ്റാഫ് അതല്ലെങ്കിൽ മറ്റ് സർക്കാർ ജീവനക്കാരോ സുരക്ഷാ ഉദ്യോഗസ്ഥരോ തുടങ്ങിയ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. തീർത്തും കുടുംബാംഗങ്ങൾ മാത്രമുള്ള ഒരു യാത്രയാണ് എന്നാണ് ആ യാത്രയുടെ വിശദാംശങ്ങൾ നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഈ യാത്രയ്ക്ക് ആരും സ്പോൺസർ ചെയ്തിട്ടില്ല. അങ്ങനെ തന്നെയാണ് ഈ യാത്ര പോയിട്ടുള്ളത് എന്നുള്ളത്. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയെ പറ്റി വിദേശയാത്രയ്ക്ക് വേണ്ടി ഖജനാവിൽ നിന്നും പണം ചിലവഴിക്കുന്ന ഒരു സാഹചര്യം, അങ്ങനത്തെ വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ വിവരാവകാശ മറുപടി ലഭിച്ചിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും യാത്ര ഔദ്യോഗിക യാത്രയല്ലെന്നും അത് സർക്കാർ ഖജനാവിൽ നിന്നും പണം ചെലവഴിച്ചിട്ടില്ലെന്നുമാണ് സർക്കാർ നൽകിയിരിക്കുന്ന വിവരാവകാശ മറുപടി. അത് സംബന്ധിച്ച വിവരങ്ങളാണ് ആജ്ഞ രവീന്ദ്രൻ നൽകിയത്.